വ്യക്തിയും വ്യക്തിത്വങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുമ്പോൾ എല്ലാ ശ്രീനാരായണീയർക്കും പരിചിതനായിട്ടുള്ള, അതുപോലെ തന്നെ വർഷങ്ങളായി വർക്കല ശിവഗിരി മഠത്തിലേക്ക് കൊടിക്കര കൊണ്ടുവരുന്ന ഫാമിലിയായ ചാരങ്ങാട്ട് ഫാമിലിയിലെ അംഗവും, അതുപോലെ തന്നെ ചേർത്തല താലൂക്കിലെ മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ വിജയഘോഷ് അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ സാർ. സാറിന് വർക്കല ശിവഗിരിയായിട്ട് വർഷങ്ങളായിട്ടുള്ളൊരു ആത്മബന്ധമാണ് ഉള്ളത്. അതിനെ പറ്റിയിട്ട് സാർ എന്താ പറയാൻ? ശശികാനന്ദ സ്വാമി ശിവഗിരി മഠാധിപതിയായിരുന്ന കാലഘട്ടം മുതൽ വളരെ അടുത്ത ബന്ധമാണ് എനിക്ക് ശിവഗിരി മഠമായിട്ട്. അത് തുടർന്ന് വന്നിട്ടുള്ള എല്ലാ ഭരണാധികാരികളുമായിട്ട് നല്ല ബന്ധങ്ങളാണ് പുറത്തേക്ക്. രാഷ്ട്രീയ ബന്ധം, വിശ്വാസം കൊണ്ടാണ് ഞാൻ ശിവഗിരി വന്നിട്ടുള്ളത്. അവിടെ ഭരിക്കുന്ന സ്വാമിമാരെ കണ്ടിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. ഗുരുദേവനോടുള്ള എൻ്റെ അതമായ ഭക്തിയും ആദരവുമാണ് ശിവഗിരി. തീർച്ചയായും. അതുപോലെ ശിവഗിരിയില് കൊടിക്കര സമർപ്പിക്കുന്നുണ്ടല്ലോ വർഷങ്ങളായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ആശയം എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഞങ്ങൾ എല്ലാ വർഷവും ഒരു ജൂൺ ജൂലൈ മാസത്തിലെ സമാധി ദിനാചരണ കമ്മിറ്റിയുടെ ജനറൽ ബോഡി വെച്ച് കൂട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ജനറൽ ബോഡിയിലാണ് ഒരു ഗുരുദേവ ഭക്തൻ സൂചിപ്പിച്ചത്, നമുക്ക് ശിവഗിരിയിലേക്ക് എന്തെങ്കിലും ഒരു കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നത് നമുക്ക് കൊടിക്കേറ് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചോദിച്ചത്. ചേർത്തല കയറിൻ്റെ നാടാണ്, കൊടിക്കേറ് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നോക്കുന്നത്. ഞാൻ പറയും നമുക്ക് ഒരു സമയം കണ്ട് ചോദിക്കാം, ഒരനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് നടത്താം. അങ്ങനെയാണ് 24ാമത്തെ വർഷമാണ് വരുന്നത്. എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു അല്ലല്ല, അച്ഛനൊക്കെ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ സമാധി ദിനാചരണ കമ്മിറ്റിയുടെ തലപ്പത്ത് വരുന്നത്. അന്ന് സ്വാഭാവികമായിട്ടും അത് ഗുരുദേവന്റെ സമാധി ദിനാചരണം ചേർത്തല സ്കൂളിൽ നടത്തണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് അത് മുടങ്ങാതെ നടക്കണം. അത് പ്രത്യേക ചില സാഹചര്യങ്ങളിലാണ് അങ്ങനെ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്ത് സമാധി ദിനാചരണം നടത്താൻ ഇടയായത്. അത് മുടങ്ങാതെ നടക്കുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ ഏക ഗവൺമെന്റ് സ്ഥാപനമാണ്, അല്ലെ സ്കൂളാണ്, ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനാചരണം ആ സ്കൂൾ തലത്തിൽ ആചരിക്കുന്നത് ഇത് മാത്രമാണെന്ന് എൻ്റെ അറിവ്. അത് മുടങ്ങാതെ ചെയ്യുമ്പോൾ ഈ തലമുറ കഴിഞ്ഞാൽ അത് നടന്നു പോകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ലോകാവസാനം വരെ ഗുരുദേവന്റെ പേരും പ്രശസ്തിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്താണ് ആദ്യമായിട്ട് SNDP ശാഖയിലെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അന്നുണ്ടായിരുന്ന എനിക്കൊരു മെമ്പർഷിപ്പ്, ഇപ്പോ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല. അത് അന്ന് അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ നിലവിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് അപ്പയതായിട്ടുള്ളവരെ ഇതിൽ നിന്ന് തട്ടി മാറ്റുക എന്നുള്ള ഒരു പ്രവണതയുടെ ഭാഗമായിട്ട് പുറത്തുപോയാലാണ് ഞാൻ. ഇപ്പൊ ഏതാണ്ട് 20 വർഷത്തിന് മുകളിലായി ഞാൻ മെമ്പർഷിപ്പ് ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ്. ഒട്ടും അല്ല. ഞാൻ ഒരു ഗുരുദേവ വിശ്വാസിയും ഗുരുദേവ ദർശനങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ, എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ സംഘടനയ്ക്ക് കഴിയുന്ന രീതിയിൽ പരമാവധി സമൂഹത്തിന് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനം. ശ്രീനാരായണ ധർമ്മ സേവാ സംഘം എന്ന് പറയുന്നത് 7 വർഷം പ്രായമുള്ള ഒരു സംഘടനയാണ്. ജാതി മത ചിന്തകൾക്ക് അതീതമായി
ഗുരുദേവ ദർശനങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളുടെ ഒരു സഹോദരി ശ്രീമതി ഷൈജ കൊടുവള്ളിയാണ് അതിന് രൂപം. ഞാൻ ആ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ 2 വർഷമായി. ഇപ്പോൾ ഇത്ര സജീവമാണോ അതിന്റെ പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മന്ദിച്ച് നിൽക്കുകയാണ്. വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ശ്രീനാരായണ ധർമ്മസേവാ സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉയർത്തെഴുന്നേറ്റ് വരും. സർ SNDS വൈസ് ചെയർമാൻ ആണല്ലോ, ആ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ഒന്ന് പറയാം. SNDS വൈസ് ചെയർമാൻ ഇതിന് കേരള ഘടകം കമ്മിറ്റി ഇല്ല, ദേശീയ കമ്മിറ്റിയാണ്. അതിന്റെ ദേശീയ പ്രസിഡന്റാണ് ശ്രീമതി ഷൈജ കൊടുവള്ളി. ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് അജിത്ത്. ഒരു പിടി ആളുകളുണ്ട്. അതിൽ ഞാൻ എന്നെ അവർ വൈസ് ചെയർമാനായിട്ട് സമൂഹത്തിൽ അധസ്ഥിതരായ ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിൽ രൂപം കൊടുത്തൊരു സംഘടനയാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വീട് വയ്ക്കുന്ന സഹായം, വിദ്യാഭ്യാസത്തിന് സഹായം, വിവാഹത്തിന് സഹായം, ചികിത്സാ സഹായം, ഇതിനൊക്കെ വേണ്ടിയിട്ട് രൂപം കൊടുത്തൊരു സംഘടന. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചു പറഞ്ഞാലും ഇതിന് ആസ്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവർത്തനമാണ്. ഇതിൻ്റെ ആസ്തി സമ്പത്ത് ആണെങ്കിൽ എല്ലാ പ്രവർത്തനത്തിനും അടിസ്ഥാനം സമ്പത്താണ്. അതില്ല ഞങ്ങളുടെ കയ്യിൽ ഈ സംഘടന. അതിലൊരു പോരായ്മ ഞങ്ങൾ പ്രവർത്തനത്തിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ സഹായിക്കാൻ ഒത്തിരി സംഘടനകൾ, പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ പല നിർദ്ദേശങ്ങൾ ഞങ്ങൾ കണ്ടതായിരുന്നു. അതൊന്നും ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറായി. ഇപ്പോഴും ഞങ്ങൾ തുടർന്ന് പോകുന്നു. ഇനിയും ഇത് ശക്തി പ്രാപിച്ചു വരും. ഈ നിലവിലുള്ള ഇലക്ഷൻ കഴിയുന്നതോടുകൂടി SNDS ഉയർത്തെഴുന്നേൽക്കും. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ? ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരായ ആളുകൾക്ക് വീട് വയ്ക്കുന്നതിന് സഹായം കൊടുക്കുക. വലിയ സഹായം വീട് വെച്ച് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി എന്നുള്ള സംഘടനയല്ല ഞങ്ങൾ. ഞങ്ങളെ കഴിയുന്നൊരു സഹായം, ചികിത്സാ സഹായം, വിവാഹത്തിനുള്ള സഹായം, വിദ്യാഭ്യാസത്തിനുള്ള സഹായം, ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം പ്രധാനമായിട്ടും. അതുപോലെ SNDS മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണീയർക്ക് മാത്രമേ കഴിയുള്ളൂ? ഇല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഇത് ജാതി മത ചിന്തകൾക്ക് അതീതമാണ്. അതില് മുസ്ലിം സഹോദരന്മാരുണ്ട്, ക്രിസ്ത്യൻ സഹോദരന്മാരുണ്ട്, മറ്റ് ഈഴവര ആദി പിന്നോക്കങ്ങൾ എല്ലാവരും ഉണ്ട്. അവിടെ ജാതിക്കും മതത്തിനും അതീതമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് SNDSന്റെ അടിസ്ഥാന ലക്ഷ്യം. അതാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ ഇതിലേക്കുള്ള ഒരു ഫണ്ട് രൂപീകരണം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് മെയിൻ സോഴ്സ് ഇപ്പൊ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ തന്നെയൊക്കെ സംഘടിപ്പിക്കുന്ന ഫണ്ടുകളെ ഉള്ളൂ. അതിന്റെ പോരായ്മ ഞങ്ങൾ പ്രവർത്തനത്തിലുണ്ട്. ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ പലരും നല്ല ഉദ്ദേശത്തിലല്ല വന്നത്. ഞങ്ങളെ ഹൈജാക്ക് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും വന്നല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടും. സർ, അതുപോലെ ശ്രീനാരായണ മഹാസമാധിയുടെ ചെയർമാൻ കൂടിയാണ്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ചേർത്തല താലൂക്ക് മഹാസമാധിനാരായണ കമ്മിറ്റി എന്നാണ് ഞങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ പേര്. അതിന്റെ പ്രവർത്തനങ്ങൾ ആ പേരിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അത് ശരിക്കും രൂപം കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവൻ സംഭാവന ചെയ്ത, ദാനം ചെയ്ത ഭൂമിയിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഗുരുദേവൻ ദാനം ചെയ്ത സ്ഥലത്തുള്ള സ്കൂളുകൾ വന്നു. അപ്പോ അത് ആണ് പിന്നീട് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് മാറിയത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ സ്ഥലം ഗുരുദേവൻ്റെതാണ്, ഗുരുദേവന്റെ സ്ഥലത്താണ് ആ സ്കൂൾ തുടങ്ങിയെന്നുള്ള സ്ഥാനത്തിൽ നായനാർ സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടാണ് ഈ സ്കൂളിന് ശ്രീനാരായണ മെമ്മോറിയൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള പേര്. അന്ന് AK ആന്റണിയും ഗൗരിയമ്മയും ഒക്കെ ഞങ്ങളെ സഹായിച്ചത്. AK ആന്റണി സാർ എന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ഗൗരിയമ്മ മന്ത്രിസഭയിലുള്ള മന്ത്രിയായിരുന്നു. ഇവരുടെയൊക്കെ സഹായത്താലാണ് ആ പേര് ഞങ്ങൾ. അതോടൊപ്പം ഗൗരിയമ്മ അന്ന് ഞങ്ങൾക്കൊരു സഹായം വെച്ചത് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ ഗുരുദേവന്റെ സമാധാനം എന്നും നടത്തുന്നതിന് ഗവൺമെന്റിന് അംഗീകാരം തന്നു. ഇതിന് മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ആദ്യം പറഞ്ഞുമായി എനിക്ക് തോന്നുന്നത് ഏക സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ ഇതാണ് ഗുരുദേവന്റെ സമാധിಯನ್ನು
ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സമാധിനായ രൂപം കൊണ്ടത്. ഗുരുദേവൻ സമാധിയായ കാലം മുതൽ ഈ സ്കൂളിൽ ഗുരുദേവന്റെ സമാധി ആചരണം നടത്തിക്കൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു മാറി വന്ന പല പ്രഥമാധ്യാപകരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ട് ഇത് വേണ്ട എന്നൊരു തീരുമാനമെടുക്കുകയും അന്നത്തെ ശ്രീനാരായണ പ്രബുദ്ധരായ ശ്രീനാരായണ പ്രവർത്തകർ, പ്രധാനമായിട്ടും എൻ്റെ അച്ഛൻ ചാരക്കാട്ട് കുഞ്ഞിക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന് മുമ്പിൽ നിന്നിട്ട് ഈ സ്കൂൾ അധ്യാപകരെ കാണുകയും ഗുരുദേവന്റെ സമാധിനായരോട് നടത്തിയ തീരുമാനങ്ങളുടെ തീരുമാനത്തിൽ അവരത് അംഗീകരിച്ചു, നടത്തി. അന്ന് രൂപം കൊടുത്തൊരു സംഘടനയാണ് ചേർത്തല താലൂക്ക് മഹാസമാധി. അതിപ്പോഴും അനുശ്ചിതം കുറഞ്ഞു പോരുന്നുണ്ട്, ഇവരെ മുടക്കം വന്നിട്ടില്ല. SNDP എതിരാണ് ഇത്, അല്ലെങ്കിൽ SNDP വിരുദ്ധമാണ് ഇതെന്നൊരു ധാരണ വളർത്തിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് പല വീഴ്ചകളും പ്രസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. കാര്യം പ്രധാനമായിട്ട് പറയാനാണെങ്കിൽ ഈ മൈക്രോ ഫൈനാൻസ് ഒക്കെ വന്നപ്പോൾ സമാധി ദിനാചരണ കമ്മിറ്റിയായിട്ട് സഹകരിക്കുന്നവർക്ക് അത് കൊടുക്കില്ല എന്നൊരു ധാരണ, ഒരു പ്രചരണം ഉണ്ടായി. അങ്ങനെ വന്ന് പല രീതിയിലിട്ട് പോവുകയാണ്. ചേർത്തല താലൂക്കിൽ ഏതാണ്ട് 168 യൂണിറ്റുകൾ താലൂക്ക് മഹാസമാധാന കമ്മിറ്റിക്കുണ്ട്. 120 യൂണിയനാണ് ഈ ചേർത്തല യൂണിയനിൽ 120 ശാഖകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ സമാധാന കമ്മിറ്റി 168 യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ യൂണിറ്റുകൾ എന്നാണ് അതിന് പറഞ്ഞത്. അതിപ്പോ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു ഭയം പോലെയായി ഞങ്ങളെ ഇല്ലാതാക്കണമെന്നുള്ള ശ്രമത്തിലേക്ക് വന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ എന്താണ് ഈ ഫൈനാൻസ് കൊടുത്ത് കുറെ ആളുകൾ അതിനെ മാറ്റി കുറച്ച് ദുർബലപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പൊ ആ സംഘടന. എന്നാലും കാര്യങ്ങളെല്ലാം എല്ലാ പ്രവർത്തനങ്ങളും നടന്നു. സർ, ചാരക്കാട്ട് ഫാമിലി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള സംഭാവനകൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഈ വിദ്യാഭ്യാസ രംഗത്ത് എൻ്റെ അച്ഛനാദ്യ പ്രവർത്തന രംഗത്തേക്ക് വരുന്നത് കലച്ചോറ സ്കൂളിലെ സ്കൂൾ മാനേജറായിട്ടാണ് അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചത്. എനിക്കന്ന് വളരെ ചെറിയ കുട്ടികളായിട്ട് അച്ഛൻ സ്കൂൾ മാനേജറായിട്ടും ദേവസ്വം അധികാരിയായിട്ടിരുന്ന കാലം അവിടെ നിന്ന് തുടങ്ങിയതാണ്. അങ്ങനെ 1964 ശങ്കർ സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്ത് ഇവിടെ ചേർത്തലയിൽ ഒരു കോളേജ് വേണമെന്ന് ഇവിടുത്തെ സാമൂഹ്യ ഔന്നിത്യമുള്ള ആളുകളെല്ലാവരും കൂടി ചെന്നൊരു നിവേദനം വെച്ചിട്ട് കോളേജ് ചേർത്തല അനുവദിക്കുകയും ശങ്കർ സാറിന് നൽകി. അന്ന് അതിന് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സമ്പത്തില്ലാതിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഉൽപ്പന്ന പിരിവ് പോലെയുള്ള പിരിവുകൾ എടുത്തിട്ടാണ് ഉപയോഗം ശ്രമിച്ചത്. ഓരോ വരുന്ന കാശും സ്ഥലങ്ങളും ഒക്കെ ഇതിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ ആണ് കൊടുത്ത് നിലനിർത്തിയത്. വർഷങ്ങൾക്ക് ശേഷം അതൊരു അപ്ഗ്രേഡ് ചെയ്ത് ജൂനിയർ കോളേജ് എന്നുള്ളത് മാറ്റി സീനിയർ കോളേജാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡിഗ്രി തലത്തിലേക്ക് ഉയർത്തിയപ്പോൾ അന്ന് അതിന് പോരാതെ വന്ന ഏതാണ്ട് 13.5 ഏക്കറോളം സ്ഥലം എൻ്റെ അച്ഛൻ മുമ്പിൽ നിന്നുകൊണ്ട് ചാരങ്കാട്ട് ഫാമിലിയാണ് ആ 13.5 ഏക്കർ സ്ഥലം കൊടുത്തിട്ട് കോളേജ് സ്ഥാനത്ത്. അപ്പൊ അന്ന് പോരാതെ വന്ന സ്ഥലം കൊടുത്ത് അത് അന്ന് എൻ്റെ അച്ഛൻ ഞാനന്ന് ഡിഗ്രി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. അച്ഛനോട് ഞാൻ ആവശ്യപ്പെട്ടു ഈ സ്ഥലം കൊടുക്കുന്നതിൽ സന്തോഷമുണ്ട്, അപ്പോൾ ഒരു ചെറിയ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഈ സ്ഥലം ഇങ്ങനെ നമ്മുടെ സൗജന്യം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ചാരക്കാട് ഫാമിലിയിലുള്ള ആളുകൾക്ക് ഞങ്ങളെപ്പോലൊക്കെ ഇതിനകത്ത് അംഗത്തെ കിട്ടണമെന്നൊരു അഭിപ്രായത്തിനോട് പറഞ്ഞപ്പോൾ മുഖത്തടിച്ച പോലെ അച്ഛനെ നിഷേധിക്കണില്ല. അതായത് കോളേജിൽ പഠിക്കാനുള്ള സൗകര്യം തരാം, പഠിച്ച് കാശുണ്ടാക്കി സ്വന്തമായിട്ട് മെമ്പർഷിപ്പ് എടുക്കാനാണ് അച്ഛൻ തന്ന ഉദ്ദേശം. എന്റെ അച്ഛൻ അന്നത്തെ ഒരു 500 രൂപ മെമ്പർഷിപ്പുകാരനായിരുന്നു. ആ കോളേജൊക്കെ ഉണ്ടായി അത് വലുതായി വന്ന് 1989 അച്ഛൻ മരിക്കുമ്പോഴും ദീർഘകാലം അതിന്റെ ഭരണസ്ഥാനത്തിരുന്ന ആളാണ് എൻ്റെ അച്ഛൻ. RDC ചെയർമാനായിട്ടും ട്രസ്റ്റിലും ധാരാളം വർഷങ്ങളോളം ഇരുന്നാണ്. അപ്പോൾ 89 അച്ഛൻ മരിക്കുമ്പോഴും വെറും 500 രൂപ മെമ്പർഷിപ്പുകാരനാണ്. ഞങ്ങൾ 4 മെമ്പർഷിപ്പ് അതിൽ ആ പേര് തരാൻ അച്ഛൻ തയ്യാറായില്ല. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് കാശുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കാണ്
25,000 മെമ്പർഷിപ്പ് അപേക്ഷ കൊടുത്തു. അതും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ അത് ചെറിയ അന്ന് രാഘവമ്പക്കിലായിരുന്നു ജനറൽ സെക്രട്ടറി. ചെറിയ കണക്കുകളൊക്കെ പറഞ്ഞ് സമയം കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞ് തള്ളി. ഞാൻ ഒരു 500 രൂപയിൽ നിന്ന് മാറ്റി 5,000 രൂപ മെമ്പർഷിപ്പ് ആ കാറ്റഗറിയിൽ കിട്ടി. ഇപ്പോഴും മെമ്പർഷിപ്പ് ഇല്ല. 500 രൂപ 5,000 രൂപ മെമ്പർഷിപ്പ്. എന്റെ അച്ഛൻ 500 രൂപ മെമ്പർഷിപ്പുകാരനാണ് മരിക്കുന്നത്. അച്ഛൻ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഈ കുടുംബത്തിലുള്ള എല്ലാവരും മെമ്പറാകുമായിരുന്നു. പക്ഷേ ഈ സ്ഥലത്തിനൊരു മാർജിനായി നോമിനൽ ഒരു വില വെച്ചാൽ ആകുമായിരുന്നു. അതല്ലെങ്കിൽ ഇപ്പൊ ഉള്ളവരൊക്കെ ചെയ്യുന്ന പോലെ ഈ വരുന്ന കാശിനും അൺഅക്കൗണ്ടഡ് മണിയാണ് പലതും വരുന്നത്. കോളേജിന്റെ നിർമ്മാണത്തിലേക്ക് കോളേജിന്റെ ആവശ്യങ്ങൾക്കും പിന്നെ ഇത് ഉപകരണങ്ങൾക്കുമായിട്ട് ചെലവാക്കുക എന്നുള്ളതല്ലാതെ വേറൊരു താല്പര്യം ഇല്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ ആരോഗ്യ മെമ്പർഷിപ്പ് പോലും കിട്ടി. ശിവഗിരി മഠാധിപതിയായിട്ടുള്ള സച്ചിദാനന്ദ സ്വാമിയായിട്ടുള്ള സച്ചിദാനന്ദ സ്വാമിയായിട്ടുള്ള ബന്ധം എനിക്ക് 1995 തുടങ്ങിയതാണ്. അന്ന് ഈ താലൂക്ക് അടിസ്ഥാനത്തിൽ സമാധാനാചരണ കമ്മിറ്റിയുടെ കീഴിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രാർത്ഥനാ യൂണിറ്റുകൾ ഉണ്ടാക്കിയപ്പോൾ അതിനെനിക്ക് പ്രചോദനമായിട്ട് വന്നതും ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്നിരുന്നു സച്ചിദാനന്ദ സ്വാമി. തുറന്നു പറയാറില്ല, ഞാൻ എനിക്കതിനകത്ത് ആക്ഷേപമില്ല. ഞാൻ 1995 ദൈവദേശം പഠിക്കുന്നത്. സച്ചിദാനന്ദ സ്വാമിയാണ് അതിന് കാരണം. അന്ന് ഞാൻ ധൈര്യമായിട്ട് പരസ്യമായിട്ട് അദ്ദേഹത്തിനോട് നിന്ന് പ്രവർത്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരുണ്ടെങ്കിൽ പോലും സാധാരണ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ പിടിച്ചിരുത്തി പറഞ്ഞ് ഗുരുദേവ ദർശനങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന ഏക സന്യാസി എൻ്റെ അറിവിൽ ഇപ്പോഴും സച്ചിദാനന്ദ സ്വാമിയാണ്. അദ്ദേഹം ദീർഘകാലമായിട്ട് നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ നിന്നിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് സ്വാമിയായിട്ടും ഇപ്പോഴും നല്ല ബന്ധത്തിലാണ്. സർ, ചേർത്തല എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഒരു കയർ ബിസിനസ് എന്നുള്ള അതാണ്. അപ്പൊ ഇപ്പം എങ്ങനെയാണ് ഈ കയർ മേഖലയിലെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്നത്? കയർ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രസരം വന്നതോടുകൂടി കയർ മേഖല പൊതുവെ ഇപ്പോൾ മോശാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഫാക്ടറി ഉണ്ട്, ധാരാളം കയർ മാനുഫാക്ചറിങ് കമ്പനി. അത് 99 വർഷമായി എൻ്റെ ഗ്രാൻഡ് ഫാദർ അച്ഛൻ്റെ അച്ഛൻ സ്ഥാപിച്ച ഫാക്ടറിയാണ്. അദ്ദേഹമുള്ള ദീർഘവീക്ഷണത്തോടുകൂടി അന്ന് ഹൈവേ ഒന്നുമില്ല, നാട്ടുവഴി എന്നറിയപ്പെടുന്ന ഒരു പേരിലാണ് സ്ഥലത്താണ് ഈ ഇപ്പോഴത്തെ ഹൈവേ നാഷണൽ ഹൈവേ. അതിന്റെ സമീപ സ്ഥലമാണ് ചാവട ഫാക്ടറി തുടങ്ങിയാണ്. പക്ഷെ ഇപ്പൊ പൊതുവെ നല്ല നിലയിൽ വന്ന കമ്പനികൾ ഒരുപിടിയുണ്ട്, മോശം ആയി പോയ കമ്പനികളുമുണ്ട്. കയർ ബിസിനസ് പൊതുവെ രാഷ്ട്രീയ അതിപ്രസരമാണ് ഇതിനെല്ലാം കാരണം. രാഷ്ട്രീയക്കാരുടെ താല്പര്യമനുസരിച്ച് ഓരോ രീതികൾ കൊണ്ടുവരുമ്പോഴത്തേക്കുണ്ടാകാവുന്ന മാറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ട്. എന്നാലും നാളെ ഇത് വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആദ്യത്തേനേക്കാളും ആ പ്രസക്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. സർ, ശ്രീനാരായണ ഗുരു കൂടുതലും മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സാർ എങ്ങനെയാണ് ഈ ഒരു മിശ്ര വിവാഹത്തിലേക്ക് എത്തിയത്? സത്യത്തില് അന്ന് അങ്ങനെ ഒരു മിശ്ര വിവാഹത്തെ കുറിച്ച് അത് പ്രോത്സാഹിപ്പിക്കുന്ന തുറന്നു പറയണം, പ്രോത്സാഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മിശ്ര വിവാഹം നാട്ടിൽ നിലനിൽക്കണമെന്നോ ഇഷ്ടമായി അത് ചെയ്തു. സമൂഹത്തിൽ ഒരുപിടി എതിർപ്പ്, പ്രത്യേകിച്ച് വീട്ടുകാർ ശക്തമായ എതിർപ്പ് ഉണ്ടായിട്ടും ശിവഗിരി മഠത്തിന്റെ ശക്തമായ പിന്തുണയോടുകൂടി തന്നെയാണ് ഞാൻ ആ വിവാഹം നടത്തിയത്. ശിവഗിരിയിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. നല്ലൊരു തീരുമാനമായിരുന്നു തീർച്ചയായും. സർ, ഗുരുദേവ ദർശനങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ ഇന്നത്തെ ശ്രീനാരായണ സംഘടന മുന്നിലാണോ അല്ലെങ്കിൽ പിന്നിലാണോ? പറയാതിരിക്കാൻ പറ്റില്ല, വളരെ പിന്നിലാണ്. ഗുരുദേവ ദർശനം പ്രചരിപ്പിക്കുന്നതിൽ ആധ്യാത്മികമായ സംഘടനയാണ് ശിവഗിരി മഠം, ഗുരുധർമ്മ സഭ, പിന്നെ ശ്രീനാരായണ ധർമ്മപരിപാലക യോഗം. ഇവർക്ക് ആർക്കും ഇപ്പോൾ ഈ ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് അത് പ്രചരിപ്പിക്കുന്നുള്ള യാതൊരു കാഴ്ചപ്പാടും കാണുന്നില്ല. ഇതിപ്പോ ഒരു ശനി വ്യവസായ കേന്ദ്രമായിട്ട് മാറിയിരിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വ്യക്തിപരമാണ്.
എല്ലാം വ്യവസായത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിപ്പം ശ്രീനാരായണ പ്രസ്ഥാനമാണെങ്കിലും ഭക്തിയാണെങ്കിലും എല്ലാം. അതെ. ലോകസഭ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആലപ്പുഴയിലെ അവസ്ഥ എന്താണ്? രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ട് ജീവിച്ചത് പ്രഥമമാണ്. പക്ഷെ കോൺഗ്രസിലുണ്ടായ വിവിധ ചേരിതിരിവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും വന്ന് അതിൽ നിന്ന് മനസ്സുമടുത്ത് പുറത്തിറങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് BJP ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ BJPയുടെ ഒരു പ്രവർത്തകൻ. പിന്നെ ഇലക്ഷന് ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചു വന്നിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് എന്ത് നേട്ടമുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകരുത് തുറന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷം LDFന്റെ പ്രതിനിധിയായിട്ട് എൻ്റെ സുഹൃത്ത് ശ്രീ ആരിഫ് പാർലമെന്റിൽ പോയി. ആലപ്പുഴ ജില്ലയ്ക്ക് എന്ത് നേട്ടമുണ്ടായി കഴിഞ്ഞാൽ എടുത്തു പറയാൻ നേട്ടങ്ങളുണ്ടായിരുന്നു. പ്രാവശ്യം ഒരു അവസരം എൻ്റെ സഹോദരി ശ്രീ ശോഭാ സുരേന്ദ്രന് കൊടുത്തിട്ട് അവര് ജയിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് പ്രസക്തിയേറിയ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ശോഭാ സുരേന്ദ്രൻ. അവരൊരു ഫയറാണ്. അവരെ ജയിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ച് ജയിപ്പിച്ചാൽ കേരളത്തിന് പ്രത്യേകിച്ച് ആലപ്പുഴയ്ക്ക് ഒരു കേന്ദ്ര മന്ത്രിയെ നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശക്തമായ അവർക്ക് വേണ്ടി പ്രവർത്തന രംഗത്ത് ഇറങ്ങി നിൽക്കുന്ന ആളാണ്. എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ടി ഞാൻ ചെയ്യും. BJPയില് കൂടുതൽ സീറ്റ്സ് നമുക്ക് ഇപ്രാവശ്യം കിട്ടുകയാണെങ്കിൽ അത് എത്രത്തോളം കേരളത്തിന് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും? ആ ഒരു പാർട്ടിക്ക് BJPക്ക് എത്ര കൂടുതൽ കിട്ടുന്നോ അത്രയും നല്ലത്. ഒരു സീറ്റേ കിട്ടിയുള്ളെങ്കിൽ പോലും കിട്ടിയാൽ അല്ലെങ്കിൽ 3 സീറ്റ് കിട്ടിയാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് ഉറച്ചു വെച്ചിരിക്കുന്ന ആളാണ് ഞാൻ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ പലയിടത്തും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിന് ഒരു അമിത പ്രാധാന്യം കിട്ടും. ഇപ്പൊ മോദിയെ സംബന്ധിച്ചോളം പറയാനാണെങ്കിൽ കേരളത്തിൽ ഇപ്പോ അവർക്ക് തുറന്നു പ്രവർത്തിക്കാവുന്ന ഒരു മേഖലയിൽ വന്നിട്ടില്ല. അതിനുള്ള സാഹചര്യം ഈ ഇലക്ഷനിലൂടെ വരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു പ്രകടമായ മാറ്റം നമ്മുടെ കേരളത്തിന് പ്രതീക്ഷിക്കാം. 101%. സർ, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വെച്ചിട്ട് എങ്ങനെ വിലയിരുത്തുന്നു? സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പേടിയും പറയാം. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കുള്ള സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റും. എന്നാലും തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ഇപ്പോഴത്തെ നിലവിലുള്ള സർക്കാര് പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെന്ന് പറയേണ്ടി വരും. പിന്നെ ആരുടെ നിയന്ത്രണത്തിലാണെന്ന് പറയാൻ ഞാൻ തയ്യാറുമല്ല. അതാണ് എനിക്ക് ഈ കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണത്തെ കുറിച്ച് പറയാനുള്ളത്. സർ, മഹാസമാധിയുടെ കീഴിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങള് സമാധിനാര കമ്മിറ്റി 1977 രൂപം കൊണ്ടതാണ്. 89 എൻ്റെ അച്ഛൻ മരിക്കുന്നത് അദ്ദേഹമാണ് അതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നത്. അതിനുശേഷം ഞാൻ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നു. പ്രധാനമായിട്ടും അന്ന് ഈ ഗുരുദേവ ദർശനങ്ങൾ അവതരിപ്പിക്കണം, ഗുരുദേവ പ്രാർത്ഥനകൾ സാധാരണക്കിടയിൽ അപ്രസക്തമായിരുന്നു. ഞങ്ങൾ 150 മുകളിൽ യൂണിറ്റുകൾ ഉണ്ടാക്കിയപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എല്ലാ വീടുകളിലും ഗുരുദേവ പ്രാർത്ഥന എത്തിക്കുക എന്നുള്ളതാണ്. അത് ഏറെക്കുറെ ഞങ്ങൾ വിജയിച്ചു. സാമൂഹിക രംഗത്തേക്കുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിച്ചത് ഞങ്ങൾ തുടങ്ങിയത് സാധാരണക്കാരുടെ കുടുംബത്തിൽ വിവാഹ സഹായം എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഒരു പലിശരഹിത വായ്പാ സംവിധാനം ഉണ്ടാക്കിയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ മൈക്രോ ഫൈനാൻസ് നടപ്പിലാക്കിയിട്ടില്ല. ഞങ്ങൾ ഒരു കുടുംബത്തിലെ ഒരു സാധാരണക്കാരൻ്റെ കുട്ടിക്ക് ഒരു വിവാഹ ആവശ്യത്തിന് വേണ്ടി 25,000 രൂപ ഞങ്ങളിങ്ങനെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കൊടുക്കും. അതിൽ പലിശ ഇല്ലാതെ അവർ 250 രൂപ വെച്ചൊരു മാസം അടച്ച് 100 മാസം കൊണ്ട് അത് 25,000 രൂപ ആക്കി എടുക്കുക എന്നൊരു കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ സംഘടനയ്ക്ക് താങ്ങാവുന്നത്. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്. പിന്നീട് ചികിത്സാ സഹായത്തിലേക്ക് വന്നു.
അങ്ങനെ 1995 ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിരുനെൽവേലി അരവിന്ദ് ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ കുറേ ആളുകൾ കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് നേത്രചികിത്സക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് തിരുനെൽവേലി ആശുപത്രിയിൽ നിന്ന് അവിടുന്ന് ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും എല്ലാം കൂടെ വന്നിട്ട് ഈ നേത്രചികിത്സ ക്യാമ്പ് നടത്തും. എന്നിട്ട് അവരെ ഇവിടുന്ന് നമ്മളവിടെ കൊണ്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ സൗജന്യമായി ചികിത്സ നൽകുന്നത്. അങ്ങനെ 95 ജൂൺ മാസത്തിലാണ് ഞാൻ ആദ്യത്തെ ഒരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്തത്. സമാധാന കമ്മിറ്റിയുടെ പേരിലാണ് എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും കൂടെ നമ്മൾ കൂടി ചെയ്തതാണ്. അത് അതൊരു വലിയ വിജയമായിരുന്നു, ഒരു അനുഗ്രഹമായിരുന്നു. കാര്യം തിരുനെൽവേലിയിലെ അതുപോലുള്ള ആശുപത്രിയിൽ അന്നത്തെ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നു അവിടെ എത്തിച്ചേരുകയും നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടുകയാണ്. അത് ഈ ക്യാമ്പിലൂടെ സാധിച്ചെടുക്കാൻ പറ്റി. ഏതാണ്ട് ഈ 95 മുതൽ ഈ 24 വരെ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ മാസങ്ങളിലുള്ള 2ാം ശനിയാഴ്ചകളിൽ സൗജന്യ നേത്രചികിത്സ ക്യാമ്പ് തിരുനെൽവേലിയിൽ നിന്ന് ആൾ വന്നിട്ട് നടത്താറുണ്ട്. ഇത് പ്രധാനമായിട്ടും ഞങ്ങളുടെ റോളെന്ന് വെച്ചാൽ ഈ ആളുകളെ സംഘടിപ്പിക്കുക, ക്യാമ്പിന് വേണ്ടിയിട്ട് വരുന്ന ആ ടീമിന് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണ സൗകര്യം ഏർപ്പെടുക, ക്യാമ്പിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുക. അത് കഴിഞ്ഞാൽ ഈ ക്യാമ്പിനെ തിരഞ്ഞെടുക്കപ്പെടുന്ന രോഗികളെ തിരുനെൽവേലി അരവിന്ദ് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൃത്യമായി. അതിപ്പോൾ ചര്യയായിട്ട് സേവനമായിട്ട് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ 2ാം ശനിയാഴ്ചകളിലും എല്ലാ ആ തലേ ദിവസം തിരുനെൽവേലി അരവിന്ദ് ആശുപത്രിയുടെ ടീം ഓഫ് ഡോക്ടേഴ്സും അവരുടെ ട്രൂപ്പുകൾ വന്ന് ലോഡ്ജിൽ താമസിക്കും. പിറ്റേ ദിവസം രാവിലെ 8 മണി മുതൽ 1 മണി വരെ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ച് സെലക്ട് ചെയ്യും. അപ്പോൾ അവർ നിർദ്ദേശിക്കും ഇത്രയും പേഷ്യൻസിന് തിരുനെൽവേലി എത്തിക്കും. ഞങ്ങൾ അവരവിടെ എത്തിക്കുമായി. അത് തുടർന്ന് പോലും രോഗിക്ക് ഒരു 5 രൂപ രജിസ്ട്രേഷൻ ഫീ പോലും ഞങ്ങൾ ചാർജ് ചെയ്യാറില്ല. പൂർണ്ണമായും സൗജന്യമായിട്ട് അവർക്കുള്ള പരിശോധന, അവർക്കുള്ള യാത്ര, അവർക്കുള്ള ഓപ്പറേഷൻ, താമസ സൗകര്യം, ഭക്ഷണം, യാത്രാക്കൂലി എല്ലാം സൗജന്യമാണ്. 1 രൂപ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവും കാലം അത് ചെയ്യണമെന്നാണ് ഗുരുദേവന്റെ പേരിലുള്ള. ഫാമിലിനെ പറ്റിയിട്ടൊന്നും പറയാം. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനമായിട്ട് ആർക്കൊക്കെ പങ്കിട്ട്? ഈ സമാധി ദിനാചരണ കമ്മിറ്റിയായിട്ട് ഞങ്ങൾ എൻ്റെ അച്ഛനായിട്ട് രൂപം കൊടുത്ത ഒരു സംഘടനയാണ് സമാധി ദിനാചരണ കമ്മിറ്റി. അത് 1977 രൂപം കൊള്ളുന്നത്. അതിനു മുമ്പ് ദീർഘകാലം എൻ്റെ അച്ഛൻ ജാതലേസിൻ്റെ യൂണിയൻ പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. SN ട്രസ്റ്റിലെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ടിരുന്നിട്ടുണ്ട്. SN കോളേജിൻ്റെ കാര്യത്തിലുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ദീർഘനാളുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ സഹോദരങ്ങളും എൻ്റെ മറ്റൊരു കുടുംബാംഗങ്ങളും എല്ലാവരും ഈ പ്രസ്ഥാനത്തിന് എന്നോട് കൈകോർത്ത് നിൽക്കുന്നുണ്ട്. സർവോപരി എൻ്റെ ഒരു ചെറിയ കുടുംബമാണ്. ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളുമാണ്. അപ്പോൾ അവരും എന്നോട് പൂർണ്ണമായി സഹകരിച്ച് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. എൻ്റെ മക്കള് ഇതിലെ ഈ സേവന താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവര് ക്യാമ്പിന്റെ കാര്യത്തിൽ എന്നോട് സഹകരിക്കുന്നുണ്ട്. ആവശ്യമായ സഹായങ്ങൾ ചെയ്യാറുണ്ട്. കുറച്ച് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ട് ഈ ക്യാമ്പ് നടത്തുന്നത്. എൻ്റെ മക്കൾ അവരൊക്കെ 2 ജോലിക്കാരാണ്. അവര് സഹകരിക്കുന്നുണ്ട്, സഹായിക്കും. ശിവഗിരി മഠത്തില് ചാരനാട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റൂം തന്നെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താ? തീർച്ചയായും അത് എൻ്റെ മുൻതലമുറ, എൻ്റെ അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങൾ, പ്രധാനമായിട്ടും എൻ്റെ അച്ഛൻ്റെ പേര് CV കുഞ്ഞിക്കുട്ടൻ എന്നാണ്. എൻ്റെ ഇളയ ബ്രദർ എന്ന് പറയുന്നത്, അച്ഛൻ്റെ ഇളയ ബ്രദർ എന്ന് പറയുന്നത് CV ചിദംബരനാണ്. അതിൻ്റെ ഏറ്റവും ഇളയ ആൾ CV രാജപ്പനാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ചാരക്കാട്ട് കയർ കമ്പനികൾ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ തീരുമാനപ്രകാരമാണ് ശിവഗിരിയിലെ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ ഒരു മുറി നിർമ്മിക്കുന്നതിന് തീരുമാനം എടുത്തിട്ട് അന്ന് അതിനാവശ്യമായ സമ്പത്ത് കൊടുത്ത് അത് നിർമ്മിക്കാനുണ്ട്. ഈ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിന് മുമ്പ് അവിടെ റിനോവേഷൻ വന്നപ്പോൾ അന്ന് എന്നോട് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത്ര വർഷം രൂപയാണ്, 6 ലക്ഷം രൂപ ഞങ്ങൾ കമ്പനിയിൽ നിന്ന് കൊടുത്തിട്ടാണ്
അത് റിനോവേറ്റ് ചെയ്ത് ഇപ്പോൾ നല്ലൊരു റൂമാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ എന്ത് കൈ കിട്ടിയാലും കുറച്ചെങ്കിലും ശിവയിൽ എത്തിച്ചു ഗുരുദേവന് ഒരു ഭോഗം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുള്ളത്. എൻ്റെ സഹോദരന്മാരും അവരും ഒക്കെ അവിടെ ചെന്ന് അവൻ പോലെയൊക്കെ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അവർ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ എൻ്റെ അനുഭവത്തിലുള്ളതല്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ KK വേലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ഗുരുദേവ ഭക്തനായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസമോ അങ്ങനെ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതെ സാധാരണക്കാരനായിട്ട് ജനിച്ച് വളർന്ന് വലുതായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധി ശക്തിയും കൊണ്ടെന്ന ചാരങ്കാട്ട് കമ്പനി വളർത്തിയെടുത്തു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ വേണമോ ചികിത്സാലയം വേണമായിട്ട് അദ്ദേഹം അതിന് മുൻപിൽ നിന്നുകൊണ്ട് മറ്റ് ചേർത്തലയിലെ 4-5 പ്രമുഖ വ്യക്തിത്വങ്ങളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ രൂപം കൊടുത്തു. അത് നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ കുടുംബപരമായിട്ട് ഞങ്ങൾ ഒരു ഗുരുദേവ വിശ്വാസിയും പ്രവർത്തകരുമാണ്. ആഗ്രഹിക്കുന്ന എപ്പോഴും സർ, ശ്രീനാരായണ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഉപദേശം എന്തായിരിക്കും? ഇന്നത്തെ കാലഘട്ടത്തിന് ശ്രീനാരായണ ഗുരുദേവ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, പ്രവർത്തിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഗുരു പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് കുറഞ്ഞ പക്ഷം മറ്റുള്ളവർക്ക് ഗുണമായില്ലെങ്കിൽ ഒരു ഉപദ്രവമായിരിക്കുക എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉപദേശം. സർ, വെള്ളാപ്പള്ളി നടേശൻ അതുപോലെ ഗോകുലം ഗോപാലൻ ഇവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ബന്ധുവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ അദ്ദേഹം അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ശ്രീ ഗോകുലം ഗോപാലൻ ചേട്ടൻ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ആളാണ് സാമ്പത്തികമായിട്ട്. എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ഇവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. രണ്ടുപേർക്കും ഗുരുദേവ ദർശനങ്ങൾ നടപ്പിലാക്കണമെന്നോ അത് സമൂഹത്തിന് പ്രയോജനപ്പെടണമെന്നോ ഉള്ള കാഴ്ചപ്പാടുള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തുറന്നു പറയുക കൂടുതൽ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ വ്യക്തിപരമായി അതുകൊണ്ട് അത്രയും പറയുന്നു. സർ, ഈ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തില് ചാരങ്ങാട്ട് ഫാമിലിയും അതുപോലെ വെള്ളാപ്പള്ളിയുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാധാരണ ഒരു ധാരണ ഉണ്ടാവും, അല്ലെങ്കിൽ തോൽക്കും, ജയിക്കാൻ സാധ്യത കുറവാണ് എന്നറിഞ്ഞിട്ടും സർ വീണ്ടും വീണ്ടും മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു സത്യമാണ് താങ്കൾ ചോദിച്ചത്. ജയിക്കണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മത്സരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കും എന്നെ എതിർക്കാൻ ആരും ഇല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ അഹംഭാവത്തിന്, അഹങ്കാരത്തിന് ഒരു മറുപടി മാത്രമാണ് ഞങ്ങളുടെ മത്സരം. അതെ, എതിർക്കാൻ ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രഭാവം, SNDP യോഗം, SN ട്രസ്റ്റ്, ദേവസ്വം പ്രസിഡന്റ്, ഇതിൽ നിന്നുണ്ടാകുന്ന എല്ലാ പിന്തുണയും സമ്പത്തും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും എതിർക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണെന്ന് ഞങ്ങളുടെ കുടുംബത്തിന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോഴും അതിന് മത്സര രംഗത്ത് ഞങ്ങൾ ജയിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടും ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പറയുള്ളൂ എന്നെ എതിർക്കാൻ ആരുമില്ല എന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു അഹംഭാവത്തിനുള്ള ഒരു മറുപടിയാണ് ഞങ്ങളുടെ മത്സരം. അത്ര മാത്രമേ ഉള്ളൂ. തോൽവി ഉണ്ടെങ്കിലും അങ്ങനൊരു ധാരണ ഉണ്ടെങ്കിലും സാറിന്റെ ഉള്ളിനുള്ളിൽ ഒരിക്കലെങ്കിലും ജയിക്കാം അല്ലെങ്കിൽ ജയിക്കും എന്നുള്ളൊരു വിശ്വാസം ഇല്ലേ? 101 വട്ടം ഞങ്ങൾ ജയിച്ചു. ചാരങ്കാട്ട് കുടുംബം പ്രതിനിധീകരിക്കുന്ന ഒരു കണിച്ചുകുളങ്ങര ദേവസ്വം ഭരണസമിതി അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകും, യാതൊരു സംശയമില്ല. അങ്ങനെ തന്നെ വരട്ടെ. സർ, SNDP പ്രസ്ഥാനത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാവോ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ ഇപ്പോഴും എൻ്റെ സഹോദരങ്ങളും സഹോദരന്മാരുടെ മക്കളും ഒക്കെ സജീവമായിട്ട് SNDP രംഗത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രവർത്തിക്കാൻ ഞാൻ മെമ്പർ പോലും അല്ലേ. നമ്മൾ 22 വർഷമായി എൻ്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തു.
ഇനി ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. എന്നാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകാവസാനം വരെ ഒന്നും ഒരാൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. ആ വിശ്വാസം തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസമാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കണച്ചുപോലെ ഭഗവതിയും ശ്രീനാരായണ ഗുരുദേവനും എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. സാർ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ചെലവഴിച്ചതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നതിന് നന്ദി പറയുന്നു. ഇനിയും SNDP പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നന്ദി.